ഹലോ. അപ്പം ഇന്ന് നമ്മളൊരു ഷോപ്പ് ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വയറ് നന്നായി ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു ഓർഡർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തതിന് വെച്ച ശേഷം നമുക്ക് ഗിഫ്റ്റിംഗ് ബൈ സഹ്റാഷിൻ്റെ ഒരു ഹാമ്പർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഹാമ്പറാണ് കേട്ടോ. ഒരു ഫിയാൻസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലൊരു സ്പോട്ടിഫൈ ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ആർഭാടൊന്നും ആക്കണം, ഒരു സിമ്പിൾ ഫ്രെയിമിൽ ചെയ്താൽ മതി എന്നാണ് കേട്ടോ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു അടിപൊളി റെഡ് കളർ സാരി പ്രീപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് നമ്മളുടെ തന്നെ ബ്രൈഡിൻ്റെയാണ് കേട്ടോ ഈ സാരി. നല്ലൊരു രസമുള്ളൊരു റെഡ് ഷെയ്ഡായിരുന്നു ഇത്. അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഷോപ്പിലെ ഔട്ട്ഫിറ്റ്സ് ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ ഷോപ്പിൽ റെൻറ്റിന് അവൈലബിൾ ആണ്. വേണ്ടവർ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. അതിന് ശേഷം നമ്മൾ അങ്ങനെ ഇരിക്കെ ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എന്നെ കേടുവരുത്താനായിട്ട് എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൂട്ടിയിട്ട് പോയത്. പക്ഷേ കോഫിയിൽ ഒതുങ്ങില്ലാന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ബില്ല് കുറച്ച് അമരത്തിലേ വരാം. അപ്പോൾ നമ്മുടെ കിയാനോയിലുള്ള നോൺ വെജ് സ്റ്റാർട്ടർ കോംബോയും മൊയ്റ്റോയും ഷെയ്ക്കും അവിൽ മിൽക്കും അങ്ങനെ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താത്ത കുറേ ഐറ്റംസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷം ഈവനിങ് അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. കാരണം നമ്മൾ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കേട്ടോ. ഇവരുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മളുടെ തന്നെയാണ് കേട്ടോ ഓർണമെൻറ്റ്സും എടുക്കാറുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അറ്റ് എ ടൈം ഒരു 3-4 കസ്റ്റമേഴ്സ് വന്നാൽ, മീൻസ് 3-4 ഫാമിലീസ് വന്നാൽ ഭയങ്കര കൺജസ്റ്റഡ് ആവും കേട്ടോ ഷോപ്പ്. അങ്ങനെ ഭയങ്കര റഷായിരുന്നു. അതാണ് ഈ ഷോപ്പ് ഈ കൊലത്തിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അഭിനയിച്ച് കാണിച്ചു തന്നതാണ്. ഇതാണ് ഇർഫാൻ നമ്മളുടെ ഒരു ഫേവറേറ്റ് കസ്റ്റമർ തന്നെയാണ് കേട്ടോ. ആളുടെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിനുള്ള എല്ലാ ഔട്ട്ഫിറ്റും ഓർണമെൻറ്റ്സും എല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് എൻ്റെ പെറ്റ് പൂക്കി. അവനെ നമ്മൾ ഷോപ്പ് ആദ്യമായിട്ടൊന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ അവിടെയൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എന്താ പറിച്ചിടേണ്ടത് വലിച്ചിടേണ്ടതെന്നും അറിയാതെ അവനെല്ലാം ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡിറ്റക്റ്റീവ് ആണെന്നാണ് ആളുടെ വിചാരം. അപ്പോൾ കുറച്ച് അവിടെ കയറിയിരിക്കും, കുറച്ച് ഇവിടെ കയറിയിരിക്കും. അങ്ങനെ അവനെ നമ്മൾ കുറേ നേരം കളിപ്പിച്ചതിന് ശേഷം അവനെ അടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.